25 അമേരിക്കൻ ലിറ്ററേച്ചർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. കുറേ നമ്മൾ 2024 ഓഡിയോയ്ക്കകത്തുനിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റായിട്ട് അങ്ങനെയുള്ള സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും അതായത് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ റീഫ്രെയിം ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ പോകത്തിനകത്തുള്ള എന്ത് ടൈപ്പ് ജേണിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം അതൊരു എക്സ്റ്റെൻഡഡ് മെറ്റഫർ പോമാണ്. അമേരിക്കൻ സിവിൽ വാറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത് എബ്രഹാം ലിങ്കണിനെയാണ്, അമേരിക്കൻ പ്രസിഡന്റിനെ. അതുപോലെ തന്നെ ഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ആരെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അപ്പോൾ ഇവിടെ പിന്നെന്താണ് ആ വോയേജ് അല്ലെങ്കിൽ ജേണി എന്ന് പറയുന്നത് ആ അമേരിക്കൻ സിവിൽ വാറിൽ നമ്മുടെ US സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ആ ജേണിയാണ്, ആ വാറാണ് ഇവിടെ ജേണി പോലെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സാക്രിഫൈസസും ഹാർഡ്ഷിപ്സും ഡ്യൂറിങ് ദ വാർ, പിന്നെ നമ്മുടെ വിക്ടറി, അവരുടെ കൺട്രിയുടെ വിക്ടറി എന്നുള്ളത് ആ സക്സസ്ഫുൾ റിട്ടേൺ. പക്ഷേ ക്യാപ്റ്റൻ മരിക്കുന്നു വിത്തൗട്ട് എൻജോയിങ് ദി സക്സസ്. അപ്പം അതായത് ലിങ്കൻ്റെ അസാസിനേഷൻ ആഫ്റ്റർ ദി വാർ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ നാഷണൽ റിക്കവറിയും ആ നാഷണൽ ലോസും LOSS ലോസ് ഒരുമിച്ച് സിംബലൈസ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ലോർഡ് ബൈറൻ്റെ ലവ് ലെറ്റർ എന്നുള്ളതിനകത്ത് ലോർഡ് ബൈറൻ്റെ ലെമൻറ്റ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ലോസ്റ്റ് ലവ്, ഇമോഷണൽ ഡിസ്റ്റൻസിനെ കുറിച്ച് പറയാം. പിന്നെ ബിലവഡിൽ നിന്നുള്ള സെപ്പറേഷൻ, അതിൻ്റെ റിഗ്രറ്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇൻ റിലേഷൻഷിപ്സ്, ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇമോഷണൽ വൾണറബിലിറ്റി ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഔട്ട്കാസ്റ്റ് ഓഫ് പോക്കർ ഫ്ലാറ്റിനകത്തുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ക്യാമ്പ് സൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്തത്. അവർ ഹാർഷ് കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചു. ലിമിറ്റഡ് ഫുഡ് സപ്ലൈയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്ത് നല്ല രീതിയിലൊരു ബോണ്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ചില സമയത്ത് അവർ കാർഡ്സ് പ്ലേ ചെയ്തു, ചില സമയത്ത് എന്ത് ചെയ്തു, കോൺവെർസേഷനിൽ ഇൻക്ലൂഡഡ് ആയി അല്ലേ. ചിലപ്പോൾ ഒരു പാട്ട് പാടി അവർ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ബോത്ത് ഫിയറും ഹോപ്പും ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എന്താണ്, ആ സ്നോയാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. അങ്ങനെയാണ് അവർക്ക് എന്ത് പറ്റിയത്, അവർക്ക് ആ ഒരു ഡിറ്റർമിനേഷനും ഹോപ്പും ഒക്കെ വന്നത്, അവർക്ക് ആ ഒരു ബോണ്ട് വന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹർ കൈൻഡ് എന്നുള്ള പോയത്തിനകത്ത് വുമൺ ഹൂ ഈസ് എ വിച്ച് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്. അത് ഒരുപാട് തവണ 2024 ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. റിബല്യൻ, ആ സ്ത്രീയെ വിച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വിച്ച് എന്ന് വെച്ചാൽ റിബല്യനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്, ആ ഒരു ഇൻഡിപെൻഡൻറ്റ് നേച്ചറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫെമിനൈൻ ക്വാളിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് വിച്ച് എന്നുള്ളത്. ഒരു സ്ത്രീയെ വിച്ചാക്കുക എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, അവർ എന്തോ ഡിഫറെൻ്റ് ആണ്, അവരെന്തോ റിബല് ചെയ്തു, ഒരു എന്താ പറയുക, എന്തോ ഒരു കൈൻഡ് ഓഫ് സംഭവം. അതായത് അതുവരെ നമ്മൾ സൊസൈറ്റിയിൽ സൊസൈറ്റിയുടെ കൺവെൻഷൻസിനെ അല്ലെങ്കിൽ അതുവരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യത്തിനെ ഒരു സ്ത്രീ ചോദ്യം ചെയ്താൽ ഉടനെ തന്നെ പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ ഷീസ് എ വിച്ച് അല്ലെങ്കിൽ ദുർമന്ത്രവാദിനിയാക്കി അങ്ങ് മുദ്രകുത്തപ്പെടും. അപ്പോൾ അതേ കോൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രഡീഷണൽ ഫെമിനിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന, അതായത് സാധാരണ സ്ത്രീകളെ പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീ അല്ലാതായി മാറുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഷീസ് എ വിച്ച് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ട്രഡീഷണൽ ഫെമിനിറ്റിയെ ചലഞ്ച് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് വിച്ച് എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനെ റിജക്റ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അൺകൺവെൻഷണൽ ആയിട്ടുള്ളൊരു വിമൻ. അപ്പോൾ ഇൻഡിപെൻഡൻസ് എക്സ്പ്രസ് ചെയ്ത് കാണും അവർ. പവർ ആൻഡ് ഫ്രീഡമാണ് വിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ദുർമന്ത്രവാദിനി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുമായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അവരെന്ത് ചെയ്യും, സെപ്പറേറ്റഡ് ഫ്രം ദ സൊസൈറ്റി ആയിരിക്കും. ഓക്കെ. അതായത് പേട്രിയാർക്കിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ വിച്ച് എന്നുള്ള ഒരു ഇത്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈൻഡ് ഓഫ് വിൻ്റർ എന്ന് വെച്ചാൽ എന്താണ് സ്നോമാനിനകത്ത്. അതായത് മൈൻഡ് ഓഫ് വിൻ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷൻസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു പെർസെപ്ഷൻ വേണം. പിന്നെന്താണ്, റിയാലിറ്റി അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. പിന്നെ ഹ്യൂമൻ നേച്ചറിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുക. എംപ്റ്റിനെസ് അല്ലെങ്കിൽ സ്റ്റിൽനെസ്സിനെ എംബ്രേസ് ചെയ്യുക. അതുപോലെ തന്നെ വിൻ്ററിൻ്റെ ഹാർഷ്നെസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കാം ആൻഡ് ന്യൂട്രൽ മൈൻഡ് ഡെവലപ്പ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുക, ബട്ട് വിത്തൗട്ട് എൻ ഇമാജിനേഷൻ. അതാണ് ഇവിടെ പറയുന്നത്. അതായത് പ്യുവർ പെർസെപ്ഷൻ വേണം എന്നുള്ളത്, ഇമാജിനേഷനുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി വാട്ട് വെയർ ദേ ലൈക്ക് എന്നുള്ള പോത്തിനകത്ത് ഫ്രാഗ്മെൻറ്റഡ് മെമ്മറി. ഫ്രാഗ്മെൻറ്റഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സ്കാറ്റേർഡ് എന്നൊക്കെയുള്ളൊരു മീനിങ്, ഇൻകംപ്ലീറ്റ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഈ പോം തന്നെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പോലെയാണ്. അതായത് ഇൻകംപ്ലീറ്റ് നോളജിനെ
ഒരു കൾച്ചറിൻ്റെ ഇൻകംപ്ലീറ്റ് നോളജിനെ കുറിച്ചാണ് കാണിക്കുന്നത്. വോർ എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻസിനെ എറൈസ് ചെയ്യും. മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ബ്രോക്കൺ ആൻഡ് അൺക്ലിയർ ആയി മാറും. ഒരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി ലോസ് ആവുകയാണ് വോറിലൂടെ, അല്ലേ? അപ്പോൾ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ളൊരു പോമാണിത്. സർവൈവേഴ്സിന് എന്ത് ചെയ്യുന്നില്ല, പാസ്റ്റിനെ കുറിച്ച് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ലാംഗ്വേജ് പോലും സ്കാറ്റേർഡ് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റഡ് ആയി മാറും, ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറുവാണ്. ആ വയലൻസ് എന്ത് ചെയ്തു, മൊത്തത്തിലങ്ങ് ഓരോ കാര്യങ്ങളെ ഇറേസ് ചെയ്ത് കളഞ്ഞതാണ്. ഓക്കെ, വാറിൻ്റെ ഡിസ്ട്രക്ഷൻ ഓഫ് മെമ്മറി, അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എ പോം ഷുഡ് നോട്ട് മീൻ ബട്ട് ബി എന്നുള്ളത് ആരെഴുതിയ ലൈനാണ്? അത് ആർച്ചിബാൾഡ് മാക്ലീഷ് ആർട്സ് പോയറ്റിക്കകത്ത് എഴുതിയതാണ്. അതായത് പോയട്രി ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, മീനിങ് എപ്പോഴും എക്സ്പ്ലിസിറ്റ് ആവരുത്. എന്ന് വെച്ചാൽ പോയം തന്നെത്താനെ എക്സ്പ്ലെയിൻ ചെയ്യരുത്. പോം ഷുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഓൺ ഇറ്റ്സ് ഓൺ. പോയട്രി ഫീലിങ്സ് ഇവോക്ക് ചെയ്യാം, ഫോം ആൻഡ് ഇമേജറി ഒക്കെ എംഫസൈസ് ചെയ്യാം, പക്ഷേ പോയട്രി ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നിന്നോണം. ഓക്കെ, അതായത് അനലിറ്റിക്കൽ റീഡിങ്ങിൽ അതിനെ റിജക്റ്റ് ചെയ്യുക. ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് എക്സ്പീരിയൻസ് ആണ്, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എക്സ്പ്ലനേഷൻ. അതാണ് പോയട്രിയുടെ എസൻസ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എഗെയിൻ ലെറ്റർ ഫ്രം ബിർമിംഗം ജയിലിനകത്ത് സിവിൽ ഡിസൊബീഡിയൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു മാർട്ടിൻ ലൂതർ കിങ് അദ്ദേഹം പറയുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വയലൻ്റ് ആയിരിക്കണം. ഗാന്ധിയുടെ അതേ പാത തന്നെയാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത്. നോൺ വയലൻ്റ് റെസിസ്റ്റൻസ് ആണ്. പിന്നെന്താണ്, അൺജസ്റ്റ് ലോകളെന്ന് പറയുന്നത് ഇമ്മോറൽ ആണെന്ന് പറയുന്നു. പക്ഷെ ആളുകൾക്ക് ഡിസൊബേ ചെയ്യാനുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ അത് പീസ്ഫുൾ ആയിരിക്കണം, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം, സോഷ്യൽ ചേഞ്ചും കൊണ്ടുവരുന്നതായിരിക്കണം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ദ സെലിബ്രേറ്റഡ് ജമ്പിങ് ഫ്രോഗ് ഓഫ് കാലവറെ കൗണ്ടി എന്നുള്ളതിനകത്ത് ഫ്രോഗിൻ്റെ ബിഹേവിയർ എന്താണ്? ആഫ്റ്റർ ദ കോൺടെസ്റ്റ് ഫ്രോഗിന് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഇറ്റ് സ്റ്റിൽ റിമെയിൻസ് ഹെവി. അങ്ങനെ അത് ജിം സ്മൈലി അത് കൺഫ്യൂസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിനകത്ത് ചീറ്റിംഗ് നടന്നിട്ടുണ്ടെന്നാണ്. ഫ്രോഗിനെ ക്വെയിൽ ഷോട്ട് കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതൊരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ബട്ട് സ്മൈലി ഈസ് ഷോക്ക്ഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്. ഹ്യൂമൻ ഫൂളിഷ്നെസ്സിനെ കാണിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്മൈലിയുടെ ക്യാരക്ടറിനെ കുറിച്ചും എഴുതാം. അത് 2024 ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ജിം സ്മൈലിയുടെ റെപ്യൂട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ജിം സ്മൈലി ഒരു ഗാംബ്ലറാണ്. ഏത് കാര്യത്തിൽ വേണമെങ്കിലും അയാൾ എന്ത് ചെയ്യും. സ്മൈലിയുടെ കാര്യമാണ് ഇതാ പിന്നെ ചോദിച്ചേക്കുന്നത് കേട്ടോ. അത് സെലിബ്രേറ്റഡ് ജമ്പിങ് ഫ്രോഗിൻ്റെ അതിനകത്ത് സ്മൈലിയുടെ കാര്യമാണ്. അപ്പോൾ ജിം സ്മൈലി ഒരു ഗാംബ്ലറാണ്. എന്തിനും ഏതിനും ബെറ്റ് വെക്കുന്നൊരു മനുഷ്യനാണ്. ആൻഡ് ഒബ്സസ്ഡ് അബൌട്ട് വിന്നിങ്. അപ്പോൾ ആളുകൾക്ക് ഒരു എൻ്റർടൈനറായിട്ടും ഒരു കോമിക്കൽ ക്യാരക്ടറായിട്ട് തോന്നും. അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ വളരെ വൈഡ് സ്പ്രെഡാണ്. ആനിമൽസിനെയൊക്കെ ബെറ്റിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി ബിലീവ്സ് ഇൻ ലക്ക് ആൻഡ് സ്കിൽ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആക്ഷൻസാണ് അദ്ദേഹത്തിനെ ഫേമസ് ആക്കി മാറ്റിയത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഔട്ട്കാസ്റ്റുകളുടെ ഫെയ്റ്റ് എന്താണ് ലാസ്റ്റ് മറ്റേല് പോക്കർ ഫ്ലാറ്റിൻ്റെ ആ ഒരു സ്റ്റോറിക്കകത്തുള്ള ഈ 4 പേരുടെ അല്ലെങ്കിൽ 5 പേരുടെ എന്താണ് ഫെയ്റ്റ്? മിക്കവാറുള്ള ക്യാരക്ടേഴ്സ് മരിക്കുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾ ആ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് എന്തുവാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പോക്കർ ഫ്ലാറ്റ്, ഔട്ട്കാസ്റ്റ് ഓഫ് ദ പോക്കർ ഫ്ലാറ്റിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു, ഒരാൾ അല്ലാതെ കളഞ്ഞിട്ട് പോകുന്നുണ്ട്, പിന്നെ 2 പേര് ആ സ്നോയിൽ മരിച്ചു വീഴുന്നുണ്ട്, ഒരാൾ ഹെൽപ്പ് ചോദിച്ചു പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴത്തേക്കും കാണുന്ന ഇവരെല്ലാം മരിച്ചു കിടക്കുന്നതാണ്. അങ്ങ് ബില്ലി എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. ടോമാണ് ഹെൽപ്പിന് പോകുന്നത്. ജോൺ ഓക്ക്ഹേഴ്സ്റ്റ് സാക്രിഫൈസസ് ഹിംസെൽഫ്, ഹി കമ്മിറ്റ് സൂയിസൈഡ്. പിന്നെന്താണ്, മറ്റേ 2 പേരും പിന്നെന്താണ്, പൈനി ആണെങ്കിലും ഡച്ചസ് ആണെന്നുണ്ടെങ്കിലും മരിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത് സ്നോയിൽ. അപ്പോൾ നേച്ചറിൻ്റെയും സൊസൈറ്റിയുടെയും ഹാർഷ്നെസ് ആണ് കാണിക്കുന്നത്. ഹാർഷ് വെതറാണ് ഈ ഒരു ട്രാജഡിയിലോട്ട് നയിക്കുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഡൈ ഇൻ ദ സ്നോ. പിന്നെ വരുന്നത് ആലിസ് വോക്കറിൻ്റെ എസ്സേയിലുള്ള സൊസൈറ്റൽ പ്രഷർ, എന്ത് ടൈപ്പ് പ്രഷറിനെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ജെൻഡർ ഇനിക്വാളിറ്റിയെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ക്ലാസ് ഒപ്രഷനുണ്ട്, ബ്ലാക്ക് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സ്ട്രഗിൾസ്. ബ്ലാക്ക് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന എന്ത് സ്ട്രഗിൾസാണ്? അവർ എന്താ പറയുക, ഡബിൾ ഡിസ്ക്രിമിനേഷനാണ് ഫേസ് ചെയ്യുന്നത്. ആസ് എ വുമണും ഉണ്ട്, ആസ് എ ബ്ലാക്ക് വുമണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡബിൾ ഡിസ്ക്രിമിനേഷനാണ് ഇവർ ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി സപ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വുമൺ ഓർ ഇഫ് ഇറ്റ് ഇസ് എ മെയിൽ റൈറ്റർ ആണെന്നുണ്ടെങ്കിലും ദേ ലാക്ക് റെക്കഗ്നീഷൻ. പിന്നെന്താണ്, റീഡിസ്കവറിയാണ് ആലിസ് വോക്കർ എന്ത് ചെയ്യുന്നത്, കോൾ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, എംപവർമെൻ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ലെറ്റർ ഫ്രം ബിർമിംഗം ജയിലിനെ കുറിച്ച് എസ്സേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഈ മാർട്ടിൻ ലൂതർ കിങ്ങിനെതിരെയുള്ള ക്രിറ്റിസിസം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള റെസ്പോൺസ് എന്തായിരുന്നു ഈ ലെറ്ററിലൂടെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ ആ എസ്സേ കേട്ടിട്ട് പഠിച്ചിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. പിന്നെ വിറ്റ്മാൻ്റെ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എഗെയിൻ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് ഗ്രീഫ് എന്നുള്ള കാര്യം എടുത്തു വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് അതിനകത്ത് പെയിനെ കുറിച്ച് എന്താണ് പെയിൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, അതായത് എബ്രഹാം ലിങ്കൻ്റെ അസാസിനേഷൻ ആഫ്റ്റർ ദ വാർ. അതായത് ഹി വാസ് നോട്ട് ഏബിൾ ടു പിന്നെ സെലിബ്രേറ്റ് ദി സക്സസ് ഓഫ് ഹിസ് ഓൺ കൺട്രി ആഫ്റ്റർ ദ വാർ.
അപ്പോൾ അതാണ് ഇവിടെ പെയിനായിട്ട് വരുന്നത്. ഓക്കെ, ആ പെയിനാണ് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്നുള്ള ആ ഒരു ക്രൈയിൽ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു ക്രൈയിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണോ പെയിൻ അതിനകത്ത് ഏതൊക്കെ ലൈൻസിനകത്താണോ വരുന്നത് അതാണ് കോട്ട് ചെയ്ത് അതും കോട്ട് ചെയ്ത് എഴുതണം. എന്തുകൊണ്ടാണ് പെയിൻ വന്നതെന്നുള്ളതും എഴുതുക. പിന്നെ ഇതൊരു എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആണെന്ന് എഴുതുക. എന്തൊക്കെ സിമ്പിൾസ് ആണ് ഇവിടെ പെയിനെ കാണിക്കാനുള്ളതെന്ന് യൂസ് ചെയ്യുക. സിമ്പിൾസ് എന്ന് പറയുമ്പം ഷിപ്പിൻ്റെ കാര്യം പറയുക, വോയേജിൻ്റെ കാര്യം പറയുക. പോർട്ട് സിമ്പിളൈസ് ചെയ്യുന്നത് പീസിനെയാണ്. ക്യാപ്റ്റൻ്റെ ഡെത്താണ് ഇവിടെ പെയിനായിട്ട് വരുന്നത്. അപ്പം ഈ പോയത്തിനകത്ത് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്നിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊരു ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ പെയിനെ വീണ്ടും കാണിക്കുന്നതെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പെയിൻ. അതായത് ഒരു എലിജി പോലെ ഒരു പോവമാണ്, ഒരാളുടെ മരണത്തിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന പോവമാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ബിലവഡ് എന്നുള്ളതിനകത്ത് സ്ലേവറി. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. സ്ലേവറി എങ്ങനെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളത് 4 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലേവറി എന്ന് പറയുമ്പോൾ സെദേ എന്നുള്ളൊരു ക്യാരക്ടറിലൂടെയാണ് സ്ലേവറി വരുന്നത്. അവർ പണ്ട് ഫോർമർലി എൻസ്ലേവ്ഡ് വുമൺ ആയിരുന്നു. ആൻഡ് ഷീ ഈസ് ഹോണ്ടഡ് ബൈ ദ പാസ്റ്റ്. അവരുടെ പാസ്റ്റ് അവരെ ഹോണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ ആ കുഞ്ഞിനെ കൊല്ലുന്നതും ഒക്കെ. അതായത് സ്ലേവറിയിലോട്ട് കൊച്ചു പോവോ എന്ന് പേടിച്ച്, അല്ലെങ്കിൽ കൊച്ചിനെ ആരെങ്കിലും കൊണ്ടുപോവോ എന്ന് പേടിച്ചിട്ടാണ് കുഞ്ഞിനെ കൊല്ലുന്നത്. അവരുടെ ആ ഗിൽറ്റും ആ സ്ലേവറിയുടെ പാസ്റ്റ് ട്രോമയും എല്ലാം കൂടെ കലർന്നിട്ടുള്ളൊരു നോവലാണിത്. അപ്പോൾ ഫാമിലി ബോണ്ട്, ഡിഗ്നിറ്റി, എങ്ങനെ സ്ലേവറി ഇൻഡിവിജ്വൽസിനെ ഡീഹ്യൂമനൈസ് ചെയ്യുന്നു, അവരുടെ ഐഡൻറ്റിറ്റി എങ്ങനെ സ്ട്രിപ്പ് ചെയ്യുന്നു, ഫാമിലി ബോണ്ടുകൾ എങ്ങനെ നഷ്ടപ്പെടുന്നു, ഡിഗ്നിറ്റി എങ്ങനെ നഷ്ടപ്പെടുന്നു സ്ലേവറിക്കകത്തൂടെ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, അവരുടെ ആ പ്ലാന്റേഷനിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഒപ്രഷൻ, അവർ നേരിട്ട ആ ക്രൂവൽറ്റി, പിന്നെന്താണ് മെമ്മറി യൂസ് ചെയ്തിട്ടാണ് അവർ ആ പാസ്റ്റ്, അതായത് ടോണി മോറിസൻ്റെയാണ് ബിലവഡ് എന്നുള്ള നോവൽ. അപ്പോൾ മെമ്മറി യൂസ് ചെയ്തിട്ടാണ് ടോണി മോറിസൺ എന്താ പറയുക, ഈ പാസ്റ്റ് എങ്ങനെയാണ് പ്രസൻറ്റ്, ഇവരുടെ ഈ ഒരു പ്രസൻറ്റ് ലൈഫിനെ ഹോണ്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് സെദയ്ക്ക് മെമ്മറിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ മെമ്മറി ആണെന്നുണ്ടെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടും പെയിൻഫുള്ളായിട്ടും അവരെ സ്റ്റിൽ ഹോണ്ട് ചെയ്യുന്നു. സെദയുടെ ഡോട്ടറിൻ്റെ ആ ഒരു ബിലവഡ് എന്നുള്ളത് സെദയുടെ ആ ഒരു മരിച്ചു പോയ ഡോട്ടറിനെയാണ് പറയുന്നത് ബിലവഡ് എന്നുള്ളത്. അപ്പോൾ കളക്റ്റീവ് ട്രോമ ആ സ്ലേവറിയെ കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകളുടെ കളക്ഷനെ കാണിക്കുന്നുണ്ട്, കളക്റ്റീവ് ട്രോമ കാണിക്കുന്നുണ്ട്, പെയിൻ കാണിക്കുന്നുണ്ട്. പാസ്റ്റ് അൺറിസോൾവ്ഡ് ആണ്, അതുകൊണ്ടാണ് അതിപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു പോകുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെന്താണ് ഡിസിഷൻ ടു കിൽ ഹെർ ചൈൽഡ്, അത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഡെസ്പറേഷനിൽ കൊല്ലുന്നതാണ്. ബിക്കോസ് ഓഫ് ദി ആ സ്ലേവറി എന്നുള്ളൊരു സംഭവം കാരണമാണ് പേടിച്ച് കൊല്ലുന്നത്. അപ്പോൾ ആ ഒരു ജസ്റ്റിഫൈ ചെയ്യുന്നില്ല ടോണി മോറിസൺ ഈ ഒരു ആക്ടിനെ, പക്ഷേ റീഡേഴ്സിനെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ്, വൈ ഷീ ഡിഡ് ദാറ്റ് ഹെയ്നസ് ക്രൈം. ഓക്കെ, പിന്നെ അമേരിക്കാസ് ഹിസ്റ്ററിയുടെ ഹാർഷ് റിയാലിറ്റീസ് എന്ന് വെച്ചാൽ സ്ലേവറിയുടെ കാര്യം, ലെഗസി ഓഫ് സ്ലേവറിയാണ് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾ ബെല്ലോയുടെ വർക്ക്സിനകത്തുള്ള മെറ്റീരിയലിസത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ചലഞ്ചസ് ഓഫ് മെറ്റീരിയലിസം ഇൻ മോഡേൺ ലൈഫ്. അതായത് ആളുകൾ കൂടുതലും കൺസ്യൂമർ ഡ്രിവൺ സൊസൈറ്റിയാണ്. ആളുകളിങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിൻ്റെ പുറകെ ഓടുവാണ്. പിന്നെ സോൾ ബെല്ലോയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഓഫൺ എഡ്യൂക്കേറ്റഡ് ഇൻ്റലക്ച്വൽ മെല്ലാണ്. പക്ഷേ അവരെല്ലാം സ്പിരിച്വലി എം ടി ആണ്. കാരണം അവരെല്ലാം മെറ്റീരിയൽ സക്സസിൻ്റെ പുറകെ ഓടുവാണ്. സോ ദേ ആർ ലീഡിങ് എ ലൈഫ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ സോൾ ബെല്ലോയുടെ നോവൽസ് ഏതൊക്കെയാണ്, ഹെർസോഗ് വരുന്നുണ്ട്, സീസ് ദ ഡേ എന്നുള്ള നോവലൊക്കെ വരുന്നുണ്ട്. അതിനകത്തെല്ലാം സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ കോൺസിക്വൻസസ് ഓഫ് വെൽത്ത് ആൻഡ് സ്റ്റേറ്റസ് ആണ് പറയുന്നത്. അത് ഹ്യൂമൻ കണക്ഷൻസ് ജെന്യൂൻ ആയിട്ടില്ല, പകരം ആളുകൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് പൊസഷൻസിൻ്റെ പുറകെ ഓടുന്നതുകൊണ്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്പിരിച്വൽ എംപ്റ്റിനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. വെൽത്തിനും സ്റ്റേറ്റസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഹ്യൂമൻ കണക്ഷൻസ് അവിടെ ഇല്ലാതാകുന്നു. അതാണ് മെറ്റീരിയലിസം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ക്യാരക്ടേഴ്സ് എല്ലാം ഏലിനേറ്റഡ് ആയിട്ട് മാറും, ഡിസ്കണക്റ്റഡ് ആവും. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഇന്നർ സെൽഫിലോട്ടും വെളിയിലും ഒരു കണക്ഷൻ കാണത്തില്ല. എക്സ്റ്റേണൽ സക്സസ് അല്ലേ അവരെപ്പോഴും പെർസ്യൂ ചെയ്യാൻ ഓടുന്നത്. സോ ദേ വിൽ ബി ഫേസിങ് ആൻസൈറ്റി, കൺഫ്യൂഷൻ, ഡിസാറ്റിസ്ഫാക്ഷൻ. അതായത് മെറ്റീരിയൽ വെൽത്തിന് ഇവർക്ക് ഒരിക്കലും ഒരു ട്രൂ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ മോഡേൺ സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ ഓടുന്നു, മോറൽ ഗ്രോത്ത് ഇല്ല സൊസൈറ്റിക്ക്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സെൽഫ് റിഫ്ലക്ഷനുള്ള ക്യാരക്ടേഴ്സാണ്. അതായത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സിറ്റുവേഷൻ എന്നൊരു ബോധമുള്ള ക്യാരക്ടേഴ്സിനെയാണ് സോൾ ബെല്ലോ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ചോയ്സിനെ അവർ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫിൻ്റെ ഡീപ്പർ മീനിങ് എന്താണെന്ന് ക്യാരക്ടേഴ്സ് അന്വേഷിച്ച് പോകുന്നുണ്ട്, ഒരു ഇൻട്രോസ്പെക്ഷനിലോട്ട് പോകുന്നുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ, കമ്പാഷൻ്റെ, സെൽഫ് അവെയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ക്യാരക്ടേഴ്സ് ഓഫൺ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് സോൾ ബെല്ലോയുടെ വർക്ക്സിനകത്ത് വരുന്നത്. ഇതാണ് 2025 ചോദിച്ചിട്ടുള്ളതിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്നോമാൻ വരുന്നുണ്ട്, പിന്നെ ആർസ് പൊയ്റ്റിക്കയെ കുറിച്ച്, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എപ്പോഴും, പിന്നെ ഔട്ട്കാസ്റ്റ് ഓഫ് പോക്കർ ഫ്ലാറ്റ്, പിന്നെ ബിലവഡ്,
ലോർഡ് ബൈറൺസ് ലവ് ലെറ്റർ വരുന്നുണ്ട്. പിന്നെ സ്ലേവറി ഫ്രം ബിലവഡിനകത്തുള്ള ക്വസ്റ്റ്യൻ, ആലിസ് വോക്കറിൻ്റെ എസ്സേ, ലെറ്റർ ഫ്രം ബിർമിംഗവും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ.